ഈ ലോകത്ത് എത്രയോ കോടി വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജീവിയാണ് ഡൈനോസർ. ഇന്ന് ആ ഡൈനോസർ എന്ന് പറഞ്ഞ ജീവി നമ്മുടെ ലോകത്ത് തന്നെ ഇല്ല. ഈ ഡൈനോസറിനൊക്കെ ശരിക്കും എന്ത് പറ്റി? ഇതിന് ഉത്തരമായിട്ട് കുറെ പേര് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ വലിയൊരു ആസ്ട്രോയിഡ് കല്ല് വന്ന് പതിച്ചപ്പോഴാണ് ഈ ഡൈനോസറൊക്കെ നശിച്ചു പോയത്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് ശരിയും കുറച്ച് തെറ്റുമാണ്. ഒരു വലിയ കല്ല് വന്ന് ഭൂമിയിൽ വന്ന് പതിച്ചെന്ന് പറയുന്നത് ശരിയാണ്, അതേസമയം അത് തെറ്റുമാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഒന്നുകിൽ ശരിയെന്ന് പറ അല്ലെങ്കിൽ തെറ്റെന്ന് പറ, ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. എന്തായാലും അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഡൈനോസർ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഡൈനോസറിന്റെ അവസാനത്തെ നാൾക്കൾ എത്ര കഷ്ടപ്പാടായിരുന്നുള്ളതും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ആസ്ട്രോയിഡ് വന്ന് ഭൂമി വന്ന് പതിച്ചോണ്ട് എല്ലാ ഡൈനോസറും അങ്ങ് ചത്തുപോയില്ല. അത് കുറെ ദിവസം എടുത്ത് അല്ലെങ്കിൽ കുറെ വർഷം എടുത്ത് നശിച്ച ഒരു സംഭവമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനോസറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഡൈനോസറിന്റെ അവസാന നിമിഷങ്ങൾ അല്ലെങ്കിൽ അവസാന ആ ദിവസങ്ങൾ എങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനോസർ എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്ന് പോയി എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ ഇറ്റ്സ് മീ കിരൺ കുമാർ, വെൽക്കം ടു ദിസ് വീഡിയോ. നമ്മൾ മനുഷ്യന്മാർ ഈ ലോകത്ത് വന്നിട്ട് 2 ലക്ഷം വർഷമായിട്ടുണ്ട്. അതേസമയം ഡൈനോസർ ഇവിടെ ജീവിച്ചിരുന്നത് 16.5 കോടി വർഷമാണ് ഇവിടെ ജീവിച്ചിരുന്നത്. അതായത് ഈ ലോകത്ത് 2 ലക്ഷം അവിടെ കിടക്കുന്നത്, 16.5 കോടി അവിടെ കിടക്കുന്നത്. അപ്പൊ നമ്മളെക്കാളും ഈ ലോകം കണ്ടത് ഡൈനോസറുകളാണ്. അന്ന് അവരുടെ ലോകമായിരുന്നു ഇത്. ഈ 2 ലക്ഷം വർഷം ജീവിച്ച നമ്മൾ തന്നെ ഈ ലോകത്തുള്ള പല പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെന്ന് പറയുമ്പം സുനാമിയും വെള്ളപ്പൊക്കവും പിന്നെ വോൾക്കാനിക് ഇറപ്ഷനൊക്കെ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം. അപ്പൊ ഇത്രയും കോടി വർഷം ജീവിച്ച ഡൈനോസറുകൾ എന്തൊക്കെ കണ്ടു കാണും? അവരും സ്വാഭാവികമായിട്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതിലും കുറെ ഡൈനോസറുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, അതിൽ കുറെ ഡൈനോസറുകൾ ചത്തുപോയിട്ടുണ്ട്. എന്തിന്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ ഡൈനോസറൊക്കെ ജീവിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് മഹാരാഷ്ട്ര ഇരിക്കുന്ന സ്ഥലത്ത് പണ്ട് വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ ഡൈനോസറുകൾ ജീവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഈ വോൾക്കാനിക് ഇറപ്ഷൻ നടന്നപ്പോൾ ഇഷ്ടംപോലെ ഡൈനോസറുകൾ ചത്തുപോയി. ഈ ഡൈനോസറുകൾ തന്നെ അന്നാണ് ഇത്രയും ഭീകരമായ ലോകത്തിന്റെ മറ്റൊരു വശം കാണുന്നത്. ഇനി ഈ ഡൈനോസറുകൾ ജീവിച്ചിരുന്ന സമയത്ത് വേറെ ഒരു ജീവി ഈ ലോകത്തില്ല എന്നും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഈ ലോകത്ത് വേറെ ഇഷ്ടംപോലെ ജീവികൾ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഒരു ഭൂഖണ്ഡവും ഒരു കടലും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ജീവികളും ഒരുമിച്ചാണ് ജീവിച്ചിരുന്നത്. അതിൽ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഡൈനോസറുകൾ തന്നെയായിരുന്നു. ഈ ഡൈനോസർ തന്നെ ഇഷ്ടംപോലെ ടൈപ്പുകളുണ്ട്. അതായത് വെജിറ്റേറിയൻ, അതായത് ഈ ഇലകളൊക്കെ കഴിക്കുന്ന വെജിറ്റേറിയൻ ഡൈനോസറുകളും പിന്നെ നോൺ വെജിറ്റേറിയൻ, അതായത് ഈ മാംസങ്ങളൊക്കെ കഴിക്കുന്ന ഡൈനോസറുകൾ, പിന്നെ ഫ്ലൈയിങ് ഡൈനോസറുകൾ, അതായത് പറക്കുന്ന പക്ഷികളെ പോലെ പറക്കുന്ന ഡൈനോസറുകൾ, അങ്ങനെ കുറെ ടൈപ്പുകൾ. ഈ ഡൈനോസറുകളുടെയൊക്കെ വലിപ്പം നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ആനയുണ്ടല്ലോ, ഈ ആനയുടെ 10 ആന അടുക്കി വെച്ച് കഴിഞ്ഞാൽ, മേളിലോട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര വലിപ്പം ഉണ്ടാവും, അതായിരുന്നു ഓരോ ഡൈനോസറുകളുടെ വലിപ്പം. ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ജീവി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംശയമില്ലാതെ തന്നെ പറയാം, നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ജീവികൾ. പക്ഷെ അന്നത്തെ കാലത്ത് ഈ ഡൈനോസറുകളായിരുന്നു ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ജീവികൾ. അവറ്റകൾക്ക് നമ്മളെക്കാളും പല മടങ്ങുള്ള കളറുകൾ കാണാൻ പറ്റും. അതായത് ഇപ്പൊ ഒരു പച്ച ഇലയാണെങ്കിൽ ഈ പച്ച ഇലയിൽ തന്നെ പച്ച കളർ മാത്രമല്ല, അതല്ലാണ്ട് ഇഷ്ടം പോലെ കളറുകൾ അവരെ കൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡൈനോസറിനെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്തു കിടക്കുന്ന ജീവികളെ തിന്നത്തില്ല, അവരായിട്ട് കൊന്ന് ഒരു ജീവികളെ കഴിക്കത്തേ ഉള്ളൂ. അതാണ് അവർക്ക് ഇഷ്ടം. ഇനി അവരും നമ്മളെ പോലെ ഗ്യാങ് ആയിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികളാണ്. അവർക്കും കൂട്ടത്തിൽ ഒരു തലവനായിട്ടൊരു ലീഡർ ഉണ്ടാവും. അവര് പറയുന്നത് പോലെ ആയിരിക്കും ബാക്കിയുള്ള ഡൈനോസറുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ഡൈനോസറുകൾ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയ എനിക്ക് ഈ പറയുന്ന പോയിന്റുകളാണ്. കാരണം ഈ ഡൈനോസറുകൾക്ക് അവരുടെ ബോഡിനെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഇപ്പൊ അവര് കോൾഡ് ടെമ്പറേച്ചറിലാണ് ജീവിക്കുന്നതെങ്കിൽ അവരുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവര് വാം ടെമ്പറേച്ചർ, അതായത് ചൂടുള്ള ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ച് ചൂടുള്ള സ്ഥലത്താണ് അവർ ജീവിക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ ബോഡിയിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തണുപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ ലോകത്ത് പണ്ട് ഇത്രയും വർഷം കൊണ്ട് അവരെ കൊണ്ട് ജീവിക്കാനൊക്കെ പറ്റിയത്. ഇനി ഇത്രയും വർഷം ജീവിച്ചിരുന്ന ഈ ഡൈനോസറിന്റെ കൂട്ടത്തില് ജീവിച്ചിരുന്ന ഒരു ജീവി ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഷോക്കിംഗ് ആയിരിക്കും. വേറൊന്നുമല്ല, നമ്മുടെ കൂടെ ഇന്ന് ജീവിക്കുന്ന പാറ്റയാണ്. ഈ പാറ്റ ഡൈനോസറുകൾ ജീവിക്കുന്നതിന് മുന്നേ തന്നെ എത്രയോ വർഷങ്ങൾ മുമ്പ് അവർ ജീവിക്കാൻ തുടങ്ങിയതാണ്. അത് ഇപ്പോഴും ഇന്ന് നമ്മുടെ ലോകത്തും നമ്മുടെ കൂടെ അവർ ജീവിക്കുന്നുണ്ട്. അപ്പൊ പാറ്റയെ പേടിയുള്ള ചിലവർക്ക് ഇത് ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഡൈനോസറിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് ഫാക്ട്. ഇനി ഡൈനോസറുടെ അവസാന കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത്, എങ്ങനെയാണ് ഡൈനോസർ ഈ ലോകത്തിൽ
നിന്ന് വിട്ടു പോയെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ സൂര്യ കുടുംബത്തിൽ 8 ഗ്രഹങ്ങളുണ്ടെന്ന് അറിയാലോ. അതിൽ ഏറ്റവും അവസാനമായിട്ട് വരുന്നതാണ് നെപ്റ്റ്യൂൺ. ഈ നെപ്റ്റ്യൂൺ കുറച്ച് അപ്പുറത്തായിട്ട് കുറെ ആസ്ട്രോയിഡ് കല്ലിന്റെ കൂട്ടങ്ങളുണ്ട്. അതും നമ്മുടെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തിലുള്ള ആസ്ട്രോയിഡ് കല്ലുകളിനെ എല്ലാം ചേർത്താണ് പറയുന്നത് കൈപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കൈപ്പർ ബെൽറ്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ആസ്ട്രോയിഡുകളെല്ലാം നമ്മുടെ സൂര്യനെ നോക്കി വരും. അത് സൂര്യന്റെ ഗ്രാവിറ്റി ഫോഴ്സ് കാരണം, അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റി കാരണം നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അകത്തോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കല്ലുകൾ വരും. ആ സമയത്ത് വന്നൊരു കല്ലാണ് നമ്മുടെ ഭൂമിയിൽ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഡൈനോസറിന് അവസാനം കുറിക്കാൻ വേണ്ടി വന്ന കല്ല്. നമ്മുടെ ഭൂമിയിൽ ഇപ്പോഴും ഓരോരോ കല്ലുകൾ ഇങ്ങനെ വന്ന് വീഴാറുണ്ട്. പക്ഷെ അതൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം അതൊക്കെ ചെറിയ ചെറിയ കല്ലുകളാണ്. പക്ഷെ അന്ന് ഡൈനോസറിന്റെ കാലഘട്ടത്തിൽ വീണത് നമ്മൾ ഇന്നേ വരെ കണ്ടതിലെ ഏറ്റവും വലിയൊരു കല്ലായിരുന്നു. അത് എത്രമാത്രം വലിയ കല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നീളം മാത്രം തന്നെ 180 കിലോമീറ്ററോളം നീളം വരും. അതിന്റെ വീതി 100 കിലോമീറ്റർ. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മനുഷ്യൻ നിർമ്മിച്ചത് ഏറ്റവും വലിയ ഹൈറ്റ് കൂടിയ ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫ പോലും 1 കിലോമീറ്റർ പോലും ഇല്ല. ഇത്രയും വലിയ കല്ല് നമ്മുടെ ഭൂമിയിൽ വന്ന് വീഴുമ്പോൾ അത് എത്ര സ്പീഡിൽ വന്ന് വീഴുന്ന ആലോചിച്ച് നോക്ക്. ഏകദേശം 70,000 കിലോമീറ്റർ പെർ അവറിലാണ് നമ്മുടെ ഭൂമിയിൽ വന്ന് പതിച്ചത്. അതും ഇന്നത്തെ കാലത്ത് നമ്മൾ മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വലിയ കല്ല് വന്ന് പതിച്ചത്. അതില്ലാഞ്ഞിട്ട് അതൊരു ഓയിൽ ഫീൽഡ് ഏരിയയും കൂടിയാണ്. അതായത് കുറച്ച് കുഴിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് നമുക്ക് എണ്ണ കിട്ടും. ഈ വലിയ കല്ല് വീഴുമ്പം ഉണ്ടായ നാശനഷ്ടം അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എത്ര ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നാശനഷ്ടമായ ഹിറോഷിമ നാഗസാക്കി ഉണ്ടല്ലോ, അതിനേക്കാളും ബില്യൺ മടങ്ങുള്ള ഇമ്പാക്റ്റ് ആണ് അതിനുണ്ടായത്. 1 ബില്യൺ എന്ന് പറയുമ്പോൾ 100 കോടിയാണ്. ഈ 100 കോടി മടങ്ങാണ് അവിടെ ഉണ്ടായ ഇമ്പാക്ട്. അത് എത്ര വലിയ ഇമ്പാക്റ്റ് ആണെന്ന് നമ്മളെ കൊണ്ട് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ ഇത് വീഴുന്ന സ്ഥലത്ത് 20 കിലോമീറ്റർ താഴ്ചയും 100 കിലോമീറ്റർ അകലവും ഉള്ള ഒരു വലിയൊരു കുഴിയാണ് ഉണ്ടായത്. ഈ ആസ്ട്രോയിഡ് കല്ല് വന്ന് ഭൂമി വന്ന് പതിക്കുന്നതും നേരെയല്ല, ചരിഞ്ഞൊരു രീതിയിലാണ് വന്ന് പതിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടായിരുന്ന കല്ലും മണ്ണും പിന്നെ എണ്ണ ഉണ്ടായിരുന്നു പറഞ്ഞില്ല, ആ എണ്ണയും പിന്നെ അതുകൂടാഞ്ഞിട്ട് ഈ വീഴുന്ന ആസ്ട്രോയിഡ് കല്ലിലുള്ള കുറെ ഭാഗങ്ങളൊക്കെ പൊട്ടി എത്രയോ ലക്ഷക്കണക്കുള്ള പീസുകളായിട്ട് ഇതൊക്കെ വീണ്ടും ആകാശം കഴിഞ്ഞ് സ്പേസിലോട്ട് തന്നെ പോയി. കാരണം അത്രയും വലിയ ഫോഴ്സിലാണ് അത് വന്നത്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു ബോൾ എടുത്ത് ഇങ്ങനെ ചരിച്ചു വെച്ച് എറിയുവാണെങ്കിൽ മണ്ണിലോട്ട്, ആ ബോൾ വന്ന് പതിയുന്ന ആ ഭാഗത്തുള്ള മണ്ണുകൾ സ്വഭാവമായിട്ട് തെറിക്കുമല്ലോ. അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇത് കൂടാഞ്ഞിട്ട് ഈ ആസ്ട്രോയിഡ് കല്ല് വന്ന് ഭൂമി പതിക്കുമ്പോൾ അവിടെ വലിയൊരു ഷോക്ക് വേവ് ഉണ്ടായി. ഈ ഷോക്ക് വേവ് കാരണം എത്രയോ കിലോമീറ്റർ ദൂരമുള്ള മണ്ണ് പോലും തെറിച്ച് മാറാൻ തുടങ്ങി. അത് തെറിച്ച് മാറുന്ന കൂട്ടത്തിൽ ഒരു കടൽ അല പോലെയാണ് അതുണ്ടായത്. ഈ അലയുടെ ഹൈറ്റ് എന്ന് പറയുമ്പം ഏകദേശം നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ഉണ്ടല്ലോ, ഈ മൗണ്ട് എവറസ്റ്റിന്റെ 3 ഇരട്ടി ഹൈറ്റ് ഉള്ള ഒരു കടൽ അല പോലെയാണ് അതുണ്ടായത്. ഇത് തന്നെ കുറെ ഡൈനോസറിനെ അങ്ങ് തൂത്തുവാരി കളഞ്ഞു. ഇത് കൂടാഞ്ഞിട്ട് ആസ്ട്രോയിഡ് കല്ല് വന്ന് വീഴാൻ നേരത്ത് വെറുതെ ഒന്നും വീഴത്തില്ല, അത് വലിയൊരു തീ ഗോളമായിട്ടായിരിക്കും വരുന്നത്. കാരണം ഈ ഭൂമിയിൽ മാത്രമേ അറ്റ്മോസ്ഫിയർ ഉള്ളൂ. അപ്പം ഈ സ്പേസിൽ നിന്ന് ഇങ്ങനെ ഒരു ആസ്ട്രോയിഡ് കല്ല് വരാൻ നേരത്ത് അത് സ്വാഭാവികമായിട്ട് ഈ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ കാരണം അത് ഭയങ്കര ഫ്രിക്ഷനായി തീയായിട്ട് കത്തും. ഈ തീയായിട്ട് കത്തി വരുന്ന സാധനം സ്വാഭാവികമായിട്ട് ഈ ഓയിൽ ഫീൽഡിൽ വന്ന് വീഴുന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, തീ ഭയങ്കരമായിട്ട് കത്തും. ഇത് കാരണം അവിടെ വലിയൊരു കാട്ടു തീ തന്നെ ഉണ്ടായി. ഈ ഷോക്ക് വേവ് കാരണം മണ്ണും വലിയ വലിയ കല്ലുകൾ കൊണ്ടുള്ള ഒരു കാറ്റ് തന്നെ ഉണ്ടായി. അതേ തുടർന്ന് സൈക്ലോൺ ഉണ്ടായി, അതായത് ചുഴലിക്കാറ്റുണ്ടായി. അതേസമയം കടലിലാണെങ്കിൽ വലിയ വലിയ സുനാമികൾ ഉണ്ടായി തുടങ്ങി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരാനുള്ള എല്ലാ സംഭവങ്ങളും വന്നു കഴിഞ്ഞു. ഇതാണ് വിധി എന്ന് പറഞ്ഞത്. കാരണം ഇത്രയും വലിയ ആസ്ട്രോയിഡ് കല്ല് കറക്റ്റ് ഭൂമി വന്ന് ആ സമയത്ത് പതിക്കാനും ആ വീഴുന്ന ആസ്ട്രോയിഡ് കറക്റ്റ് ഓയിൽ ഫീൽഡിൽ വന്ന് വീഴാനും എല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ട് ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് സംഭവിച്ചു. ഇതുകൊണ്ട് കഥ തീർന്നു? ശരിക്കും പറഞ്ഞ് ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഈ ആസ്ട്രോയിഡ് കല്ല് വന്ന് വീണപ്പം അവിടെ ഉണ്ടായിരുന്ന കല്ലും മണ്ണും ഈ ഓയിലും പിന്നെ ഈ ആസ്ട്രോയിഡ് പൊട്ടിച്ചെതറി ആകാശത്തോട്ടൊക്കെ പോയിന്ന്. ഇത് കുറെ സ്പേസ് കഴിഞ്ഞ് അങ്ങ് പോവാൻ തുടങ്ങി. കുറെയൊക്കെ സ്പേസിനും ഭൂമിക്ക് ഇടയ്ക്കായിട്ട് നിൽക്കാൻ തുടങ്ങി. അതുകൊണ്ട് അത് അങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് ഭൂമിയിലോട്ട് വീഴുന്നുമില്ല. അതിൽ കുറെ സ്പേസിനും താഴെയായിട്ട് കുറച്ച് ദൂരം ആകാശം വരെ പോയിട്ട് തിരിച്ചു വരാൻ തുടങ്ങി. ഇപ്പൊ ഈ തിരിച്ചു വരുന്നതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓയിൽ, അതായത് ആ എണ്ണ മഴ പോലെ പെയ്യാൻ തുടങ്ങുന്നു. ഇതിന്റെ കൂട്ടത്തിൽ ആസ്ട്രോയിഡ് കല്ലിൽ നിന്നുള്ള കുറെ ആയിരക്കണക്കുള്ള പീസുകൾ, ഈ 1000 പീസുകൾ വരാൻ നേരത്ത് അതും ഒരു തീഗോളങ്ങൾ പോലെയാണ് വരുന്നത്. ഇത് കാരണം അതും തീയായിട്ട് വരുന്ന ഈ എണ്ണ കാരണം അതും ഭയങ്കരമായിട്ട് തീയായിട്ട് വരാൻ തുടങ്ങി. ഇപ്പം തീ മഴ തന്നെ പെയ്യാൻ തുടങ്ങി. ഇപ്പം വരുന്ന ഈ ആസ്ട്രോയിഡ് കല്ലിന് തന്നെ ഓരോ കല്ലിനും 1 കിലോമീറ്റർ വലിപ്പമുള്ള കല്ലുകളാണ് വന്ന് വീഴുന്നത്, അതും ആയിരക്കണക്കിന്. ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ആദ്യം പറഞ്ഞത് ഒരു ആസ്ട്രോയിഡ് കല്ല് വീഴുന്നത് കുറച്ച് ശരിയും പകുതി തെറ്റെന്ന് പറയാൻ കാരണം പകുതി തെറ്റെന്ന് പറയാൻ കാരണം ഇപ്പൊ നോക്കാൻ നേരത്തെ എത്രയോ ആയിരക്കണക്ക് ആസ്ട്രോയിഡ് കല്ല് നമ്മുടെ ഭൂമി വന്ന് പതിക്കുന്നതിന്റെ ഒരു എഫക്റ്റ് ആണ്, അതിനേക്കാളും ഇരട്ടി എഫക്റ്റ് ആണ് ഇപ്പൊ ഉണ്ടാകുന്നത്. ഇത് നേരത്തെ വീഴുന്ന ആസ്ട്രോയിഡ് കല്ലുകളിൽ നിന്നും എത്രയോ കിലോമീറ്റർ മാറിയാണ് ഈ കല്ലുകൾ ഒന്ന് വീഴുന്നത്. അപ്പൊ അത് കുറച്ചുകൂടി ഏരിയ നശിപ്പിക്കാൻ തുടങ്ങി. ഇതും
തിരിച്ച് ഇതുപോലെ വീഴുന്ന കുറെ സാധനങ്ങളൊക്കെ ആകാശത്തോട്ട് പോയി അവിടെ കുറെ നിൽക്കുകയും പിന്നെ അതിൽ നിന്ന് കുറെ താഴോട്ട് വീഴുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ കാരണം ഭയങ്കര വലിയൊരു കാട്ടുതീ തന്നെ ഉണ്ടായി. ഈ പുകയൊക്കെ സ്വാഭാവികമായിട്ട് എങ്ങോട്ട് പോകും? മേളിലോട്ട് തന്നെ പോകുന്നത്. പക്ഷെ ഇത്രയും പുകയ്ക്ക് മേളിലോട്ട് പോകാനുള്ള ഒരു പരിധി വരെ മേളിലോട്ട് പോകാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറെ എണ്ണയും കല്ലുകളെല്ലാം ആകാശത്ത് സ്പേസിന്റെ മേളിലോട്ടും പോയി പിന്നെ സ്പേസിന്റെ ഇടയ്ക്കും അതെ ഭൂമിയുടെ ഒക്കെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് അവിടെ നിൽക്കുന്നത് കാരണം ഈ എണ്ണയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ എണ്ണയൊക്കെ നിൽക്കുന്നത് കാരണം ഈ പുകേനെ അങ്ങോട്ട് അത് കടത്തി വിടുന്നില്ല. ഇത് കാരണം ആ എണ്ണയൊക്കെ ഓൾറെഡി കറുത്തിട്ടാണ് ഇരിക്കുന്നത്. ഈ ക്രൂഡ് ഓയിലൊക്കെ കണ്ടില്ല, ഭയങ്കര കരികെട്ട പോലെ ഇരിക്കുന്നത്. അതിന്റെ കൂടെ ഈ പുകയും കൂടെ ആയി ഭൂമി മൊത്തമായിട്ട് ഇരുണ്ടങ്ങ് മാറി തുടങ്ങി. ഒരു തുള്ളി സൂര്യപ്രകാശം പോലും നമ്മുടെ ഭൂമിയിലോട്ട് വീഴുന്നില്ല. അതായത് നമ്മുടെ ഭൂമിയിലുള്ള 80% ഭൂമിയും ഈ കരി കൊണ്ട് കവർ ചെയ്തിരിക്കുക. വെറും 20% മാത്രമേ ഒരു സൂര്യപ്രകാശം വന്ന് വീഴുന്നുള്ളൂ. ഇത്രയും സംഭവിച്ചെങ്കിലും നമ്മുടെ ഡൈനോസറുകൾ പകുതിയെ നശിച്ചിട്ടുള്ളൂ, ബാക്കി പകുതിയോളം ജീവിക്കുന്നുണ്ട്. ഇനിയാണ് ഈ കഥയിൽ അടുത്ത ട്വിസ്റ്റ്. അതായത് നമ്മുടെ ഭൂമി 80% കവർ ചെയ്തല്ലോ. ഇവിടെ സൂര്യപ്രകാശം ഒന്നും വരാത്തത് കൊണ്ട് ഭൂമി ഭയങ്കരമായിട്ട് തണുക്കാൻ തുടങ്ങിയത് കാരണം അത്രയും ഭാഗത്തുള്ള ചെടികളും ഒന്നും വളരുന്നില്ല. കാരണം സൂര്യപ്രകാശം ഒന്നും ഇല്ലല്ലോ. അത് കാരണം അത് പലതും നശിച്ചു പോയി. പിന്നെ 20% ഭൂമിയിൽ മാത്രം നല്ല നല്ല ചെടികളൊക്കെ വളരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ കണ്ട ഡൈനോസറിനൊന്നും പോരാ. അവരുടെ ഒരു ഫുഡ് ചെയിൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെജിറ്റേറിയൻ ആയ ഡൈനോസറുകളൊക്കെ ഈ ചെടികളൊക്കെ കഴിച്ചിട്ട് അതിനെ വേട്ടയാടിയാണ് നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഡൈനോസറുകൾ ജീവിച്ചിരുന്നത്. ഇപ്പം ഈ വെജിറ്റേറിയൻ ആയ ഡൈനോസറുകൾക്ക് കഴിക്കാൻ ചെടികളും ഇലകളൊന്നും ഇല്ല, ഉള്ളതാകെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അവരൊക്കെ പെട്ടെന്ന് നശിക്കാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഡൈനോസറുകൾക്ക് കഴിക്കാനുള്ള ഫുഡില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഡൈനോസറുകളൊന്നും ചത്തേനൊന്നും കഴിക്കത്തില്ല എന്ന്, അവര് വേട്ടയാടി കഴിക്കുന്നവരാണ്. അത് കാരണം ഈ ചത്ത് കിടക്കുന്ന ഡൈനോസറുകളൊന്നും അവരും കഴിക്കത്തില്ല. അവരും ഭക്ഷണം ഇല്ലാതെ അവരും മരിച്ചു തുടങ്ങി. അങ്ങനെ ഈ ഭൂമിയിലുള്ള എല്ലാ ഡൈനോസേഴ്സും ഇല്ലാണ്ടായി. ഇങ്ങനെയാണ് ഈ ലോകത്തിനെ ഭരിച്ചുകൊണ്ടിരുന്ന വലിയ വലിയ ഡൈനോസറുകളുടെ നാശം ഉണ്ടായത്. ഈ സമയത്ത് കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ ഉണ്ടായിരുന്നു, അതായത് എലി അങ്ങനത്തെ ജീവികളൊക്കെ ഈ ചത്ത് വീഴുന്ന ഡൈനോസറുകളെല്ലാം കഴിച്ച് അവരൊക്കെ ഈ ചത്ത സാധനങ്ങളൊക്കെ കഴിക്കില്ല. അതുകൊണ്ട് അവരൊക്കെ അത് കഴിച്ച് അവര് ജീവിക്കാൻ തുടങ്ങി. അവർ ഈ വലിയ വലിയ സുനാമിയും ആസ്ട്രോയിഡ് കല്ലുകളെല്ലാം വീഴുന്ന സമയത്ത് ഇവരൊക്കെ ചെറിയ ചെറിയ കുഴിയിലും മാളത്തിലൊക്കെ പോയി ഒളിഞ്ഞിരുന്നു. അത് കാരണം അവരൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ അവർക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ഫുഡുകളുണ്ട്. കാരണം ഇഷ്ടം പോലെ ഡൈനോസറുകൾ ചത്ത് കിടക്കുകയാണല്ലോ, അതിനൊക്കെ കഴിച്ച് അവർക്ക് ജീവിക്കാം. കാരണം അവർക്ക് കുറച്ച് ഫുഡ് മതി. പക്ഷെ ഈ ഡൈനോസറുകൾക്ക് അങ്ങനെയല്ലോ, ഒത്തിരി ഫുഡ് വേണം. അതുകൊണ്ടാണ് അവരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തത്. അങ്ങനെ ഈ കൊച്ചു കൊച്ചു ജീവികളിൽ നിന്നാണ് ഇന്ന് കാണുന്ന നമ്മളൊക്കെ ഉണ്ടായത്. ഇനി വേറൊരു കാര്യം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ, ഇന്നും ഡൈനോസറുകൾ ജീവിക്കുന്നുണ്ടെന്നുള്ളത്. അത് വേറൊന്നുമല്ല, നമ്മുടെ പക്ഷികളാണ്. അതായത് കോഴി, കഴുക്, തത്ത, ഇതൊക്കെ ഒരു ഡൈനോസറുകളുടെ ഒരു ടൈപ്പാണ്. ഈ പറക്കുന്നതിൽ തന്നെ കുറെ വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ല. അതിൽ വലിയ വലിയ ഡൈനോസറുകളൊക്കെ സ്വാഭാവികമായിട്ട് ചത്തുപോയി. ചെറിയ ചെറിയ പറക്കുന്ന ഡൈനോസറുകൾ മാത്രം കുറച്ചു ദൂരമേ പറക്കുള്ളൂ. ആ കുറച്ചു ദൂരം പറക്കുന്നത് കാരണം അതിനുള്ള ഇരകളൊക്കെ അതിന് കിട്ടുന്നുണ്ട്. കാരണം ഈ എലിയൊക്കെ അപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ, അതൊക്കെ അത് കൊത്തി അങ്ങ് ജീവിച്ച് തുടങ്ങി. പിന്നെ കാലം പോകുന്ന തോറും അതിനും രൂപമാറ്റങ്ങളൊക്കെ സംഭവിച്ച് അത് ഇന്ന് കാണുന്ന പക്ഷികളൊക്കെ ആയിട്ട് മാറി. അപ്പൊ ഇതൊക്കെയാണ് ഡൈനോസറിന്റെ ഒരു അവസാന കാലഘട്ടത്തിലുള്ള സംഭവിച്ച കാര്യങ്ങളും പിന്നെ അതിൽ നിന്നും എങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു വീഡിയോ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടാൽ മതി. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായവും താഴെ കമന്റ് ആയിട്ട് പറയുക. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.